നിന്റെ ആത്മാവിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നീ അറിയുന്നുണ്ടോ? പവിത്രത, ശാന്തി, ശക്തി, സന്തോഷം, സ്നേഹം, ജ്ഞാനം, ആനന്ദം ഇവയാണ് നിന്റെ യഥാർത്ഥ സംസ്കാരങ്ങൾ. എന്നാൽ ഉത്കണ്ഠയും കോപവും സങ്കടവും നിന്നെ വഴിതെറ്റിക്കുന്നു. പുറം ലോകം നിന്റെ നിയന്ത്രണത്തിലല്ല അർജുന, എന്നാൽ നിന്റെ ഉൾലോകം നിനക്ക് കീഴടങ്ങേണ്ടതാണ്. പുറത്ത് എന്ത് സംഭവിച്ചാലും, അത് വഞ്ചനയാകട്ടെ, രോഗമാകട്ടെ, പ്രിയപ്പെട്ടവരുടെ വേർപാടാകട്ടെ, നിന്റെ മനം പതറരുത്. നിന്റെ ബുദ്ധി ശരിയായ തീരുമാനമെടുക്കണം. നിന്റെ ആന്തരിക ശിശുവിനെ നീ തന്നെ വേണം അച്ചടക്കം പഠിപ്പിക്കാൻ. അവർ എന്നെ കോപിപ്പിച്ചു, ഇവർ കാരണം ഞാൻ ദുഃഖിതനായി എന്ന് പറയുന്നവൻ തൻ്റെ ഉള്ളിലെ അധികാരത്തെ മറ്റൊരാൾക്ക് പണയം വെച്ചവനാണ്. ഒരാൾ നിന്നോട് ആക്രോശിക്കുമ്പോൾ നീയും തിരിച്ച് അതുപോലെ ചെയ്താൽ നീ അയാളുടെ ബലഹീനതയുടെ അടിമയായി മാറുന്നു. അയാൾ തൻ്റെ ഇന്ദ്രിയങ്ങൾക്കടിമയാണ്, നീയാകട്ടെ അയാളുടെ സ്വഭാവത്തിനും. നിനക്ക് നിന്റെ ആന്തരിക ലോകത്തിൻ്റെ അധീശ്വരനാകാൻ കഴിയില്ലേ? കർമ്മമാണ് വിധി. നിന്റെ വിധി നിന്റെ കർമ്മ